ഇടുക്കി ജില്ലാസ്ഥാനത്ത് വീണ്ടും കടുവയെ കണ്ടതോടെ ജനം ഭീതിയിലായി. കഴിഞ്ഞ ദിവസം രാവിലെ 9-ന് പാറേമാവിലുള്ള 10 ഏക്കർ കോളനിയിലാണ് കടുവയെ കണ്ടത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. 1973 മുതൽ 10 ഏക്കർ പ്രദേശത്ത് താമസിക്കുന്ന സരസമ്മ എന്ന വയോധികയാണ് കടുവയെ കണ്ടത്. സരസമ്മയുടെ വീടിന് പിന്നിൽ വനമാണ്. വീടിന് സമീപം 50 മീറ്റർ മാറി വനത്തിലാണ് കടുവയെ കണ്ടത്. സരസമ്മയെ കണ്ടതിനെ തുടർന്ന് കടുവ മുകൾ ഭാഗത്തുള്ള വനത്തിലേക്ക് ഓടിപ്പോയതായാണ് അവർ പറഞ്ഞത്. ഇവിടെ താമസമാക്കിയതിനു ശേഷം ആദ്യമായാണ് കടുവയെ കണ്ടതെന്ന് സരസമ്മ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പം കണ്ടു, അത് കടുവയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതങ്ങോട്ടങ്ങ് ഓടിപ്പോയി. വിവരമറിയിച്ചതിനെ തുടർന്ന് എത്തിയ വനപാലകർ ഈ സ്ഥലം മുഴുവൻ പരിശോധിച്ചെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വനംവകുപ്പിന്റെ തൊടുപുഴയിൽ ആയിരുന്ന ഡ്രോൺ ഇടുക്കിയിലെത്തിച്ച പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. കടുവയുടെ കാൽപ്പാടോ കാഷ്ടമോ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വരുന്ന 2 ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ തുടരുമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ CK ആനന്ദൻ പറഞ്ഞു. ഈ പാറേമാവ് 10 ഏക്കർ ഭാഗത്ത് ഒരു കടുവയെ കണ്ടു എന്നുള്ള വിവരം ഒരു 8 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വാഴത്ത് ഫോറസ്റ്റ് സ്റ്റേഷനിൽ അറിയുന്നത്. അന്നേരം തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റാഫുകൾ സ്ഥലത്തെത്തുകയും ഈ പരിസരം എല്ലാം വിശദമായി പരിശോധന നടത്തിയിട്ടുണ്ട്. പരിശോധന നടത്തിയതിൽ കടുവയുടെ പക്മാർക്കോ അല്ലെങ്കിൽ കാഷ്ടോ അങ്ങനെയുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഇതിനെ തുടർന്ന് ഡ്രോൺ പരിശോധന ഇപ്പോൾ നടത്തുന്നുണ്ട്. ഡ്രോൺ പരിശോധന നടത്തിയതിലും നമ്മൾ കടുവയുടെ സാന്നിധ്യമൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഇന്ന് രാത്രിയിലും നാളെയും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരിശോധന നമ്മൾ തുടരുന്നതാണ്. കടുവയെ കണ്ടതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. കഞ്ഞിക്കുഴിയിൽ പുലിയിറങ്ങിയതും ഇടുക്കി പാർക്കിന് സമീപവും കടുവയെ കണ്ടതും കരിമണലിലും മീൻമുട്ടിക്കു സമീപം ആനകൾ ഇറങ്ങിയതും കഴിഞ്ഞയാഴ്ചയിലാണ്. ഇടുക്കിയിൽ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ കുറവായിരുന്നു. അടുത്ത നാളുകളിലാണ് ഇവയുടെ സാന്നിധ്യം ആൾതാമസമുള്ള സ്ഥലത്തേക്ക് വ്യാപിച്ചത്. അടിയന്തരമായി വന്യമൃഗശല്യം നേരിടുന്നതിന് വനംവകുപ്പ് നടപടിയെടുക്കണമെന്ന് നാട്ടുകാരാവശ്യപ്പെടുന്നു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PK ഗോപകുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ആൽബർട്ട് K സണ്ണി, അനിത് C, ഹോർമിസ്, ആര്യലക്ഷ്മി, MV ജയകുമാർ എന്നിവർ പരിശോധനാ സംഘത്തിന് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഇടുക്കി.